8-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും നാളെയും ഇല്ലെങ്കിൽ എന്നും ഹീസ് ദെയർ. ഈശോ അവിടെ തന്നെയുണ്ട്. എൻ്റെ പാസ്റ്റിൽ, എൻ്റെ പ്രസൻറ്റിൽ, എൻ്റെ ഏത് കാലത്തും ഫ്യൂച്ചറിലോ നാളെ എന്നും എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട്. നമ്മളെ ശക്തിപ്പെടുത്തേണ്ട ശരിക്കും ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ സങ്കടപ്പെടുത്തുന്നുണ്ടാകാം. ഇന്നിപ്പോൾ എന്നെ ചെയ്യണമെന്ന് ഓർത്ത് നമ്മളിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാകാം. നാളെ എന്നായിരിക്കും വരാനിരിക്കുന്നതെന്ന് ഓർത്ത് നമ്മളൊക്കെ പേടിക്കുന്നുണ്ടാകാം. പക്ഷെ നമുക്കൊരു ശക്തി നൽകേണ്ടത് ഈ ഒരു കാര്യമാണ്. ഇന്നലെയും ഇന്നും എന്നും നാളെയും എല്ലാ കാലത്തും ഒരാളായ എൻ്റെ കർത്താവ്, സർവശക്തൻ, അധികാരി, എൻ്റെ ഈശോ എൻ്റെ കൂടെ തന്നെയുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്നാ ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയോ? കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിച്ചു പോയിട്ട് നമുക്കൊന്നും റീവർക്ക് ചെയ്യാനിരിക്കുന്നില്ല. കഴിഞ്ഞതെല്ലാം അവിടെ അവസാനിച്ചു. നമുക്കൊന്നും ചെയ്യാനില്ല. ആ പാസ്റ്റിൽ നമുക്കുണ്ടായ അനുഭവങ്ങൾ നമ്മളെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കണ്ണുനീരുകൾ നമ്മളെ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. ആ വെല്ലുവിളികൾ നമ്മുടെ കോർ, നമ്മുടെ മെറ്റൽ, നമ്മുടെ നട്ടല് നേരെ നിർത്തിയിട്ടുമുണ്ട്. ഇന്നത്തെ ഒരു അവസ്ഥ നമ്മളെ ആ കഴിഞ്ഞ കാലത്തിൻ്റെ പാഠങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ നമ്മളെ